അതൊന്നും പ്രശ്നമല്ല കേട്ടോ. നമ്മളെ സംബന്ധിച്ചിട്ട് അതൊന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടാതിരിക്കും കേട്ടോ. അപ്പൊ ഇൻഷാ അല്ലാഹ് 17 കൊല്ലം എന്തിനാ ഒരു പെങ്ങളെ കരഞ്ഞത് പറയും. ഈ മജ്‌ലിസിന്റെ ഏറ്റവും വലിയ ഫദ്ല് നാളെ പറയും കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ കാളികാവ് എന്നൊരു സംഭവം പറഞ്ഞു. ഒരു കാക്കിയും ഒരു താത്തി കാണാൻ വന്നു. എന്നിട്ട് അതിനോട് പറഞ്ഞതെന്താ, നിങ്ങളോട് പറഞ്ഞതെന്താ, തങ്ങളെ സ്വലാത്തുൽ ഫാത്തിഹ മരിച്ചാലും മറക്കൂല, കുടക്കാട് മണ്ണും ഞാൻ മറക്കൂല, ഈ സ്വലാത്ത് വല്ലാത്തൊരു അനുഗ്രഹമാണ്. ഞാൻ ചോദിച്ചാൽ എന്താ കാക്ക നിങ്ങൾ ഇങ്ങനെ പറയണ്? സുബ്ഹാനല്ലാഹ്, എന്താ പറഞ്ഞറിയോ? കേൾക്കണോ നിങ്ങൾക്ക്? ഞാൻ പോലും അത്ഭുതം. ഇന്നലെ കൊടക്കാട് വന്നോലെ കേട്ടിട്ടുണ്ടാവും. ഞാൻ ഫതില് പിന്നെ എടുത്തിട്ടില്ല, കുറച്ചും പാടെ ശരിയാവാണ്ട്. 8 കൊല്ലം മുമ്പ് വീട്ടില് മകളെ മോൻ പെണ്ണെത്തി വീട്ടിൽ വന്നു. അത്യാവശ്യം നല്ല കുടുംബാണ്. അപ്പോ നമ്മള് ആളുകളെ സ്വർണം ജ്വല്ലറിയിൽ കൊടുക്കാറുണ്ട്. ഒരു ലാഭം കിട്ടല്ലേ ജീവിച്ചാൻ വേണ്ടി. ഒരു ജ്വല്ലറിയിൽ 35 പവനും 10 ലക്ഷം ഉറുപ്പിക കൊടുത്തു. സുബ്ഹാനല്ലാഹ്, 8 കൊല്ലം മുമ്പ്. അത് സുബ്ഹാനല്ലാഹ്, ജ്വല്ലറി പൊട്ടി, അയാൾ മുങ്ങി പോയി. എല്ലാത്ത വിഷമത്തിലായി, ഒരു രക്ഷയില്ല. 8 വർഷം അത് ഇനി കിട്ടും. ഒരുപാട് വഴികൾ തേടി, പോകേണ്ട എല്ലാ സ്ഥലങ്ങളിലും പോയി, വീട്ടിൽ പോയി. ഇല്ല, 8 കൊല്ലമായി ഒരു വിവരമല്ല. 8 വർഷമായിട്ട് അങ്ങനെ അവര് കഴിഞ്ഞ മാസം മേലെ കുടക്കാട് വന്നിരുന്നു. സുബ്ഹാനല്ലാഹ്, കേട്ടപ്പോ അത്ഭുതം തോന്നി. സ്വലാത്തുൽ ഫാത്തിഹ ഞാൻ വീട്ടിൽ വെക്കാൻ പറഞ്ഞു, അത് കേൾക്കാനും പറഞ്ഞു. മിനിങ്ങാന്ന് വന്നിട്ട് വീട്ടിൻ്റെ ഒരാൾ ബെല്ലടിക്കുന്നു. സുബ്ഹാനല്ലാഹ്, പെണ്ണുങ്ങൾ പോയി വാതിൽ തുറന്നു നോക്കിയപ്പോ 8 കൊല്ലം മുമ്പ് കായുമായി കൊണ്ടുപോയ ചെറുപ്പക്കാരനാ. അബല എന്നോട് പറയാം, തങ്ങളെ അന്താണ് വിട്ടുപോയി. 8 കൊല്ലം മുമ്പ് 35 പവനും 10 ലക്ഷം ഉറുപ്പിക കൊണ്ടുപോയില്ലേ, അയാളുടെ പിന്നെ ബെല്ലടിച്ചിരിക്കുന്നു. വല്ലാഹി അള്ളാഹു തന്നെയാണ് സത്യം. എന്നിട്ട് കയറിയിരുന്നു, വർത്താനം പറഞ്ഞു. അയാൾ പറഞ്ഞു, പൈസ ആയിട്ട് തരാൻ എൻ്റെ കയ്യിലില്ല, പൈസ തരാൻ എൻ്റെ കയ്യിലില്ല, എന്നാൽ ഞാൻ എൻ്റെ സ്ഥലം നിങ്ങൾക്ക് എഴുതിത്തരാം. സുബ്ഹാനല്ലാഹ്, ആ കുടുംബം പറയാൻ, എന്താ തങ്ങളെ നിങ്ങൾ അന്തം വിട്ടുപോയി. ഞാൻ പറഞ്ഞു, അത്രയേ ഉള്ളൂ, അത് നിങ്ങൾ അന്തം വിടൊന്നും വേണ്ട, നിങ്ങൾ ചൊല്ലു സ്വലാത്താനാണ്, സ്വലാത്തുൽ ഫാത്തിഹാണ്. സ്വലാത്തുൽ ഫാത്തിഹ ഒരു നിഅമത്താണ്. അന്തം ഞാൻ ഒന്ന് ആലോചിച്ചതിന് 8 കൊല്ലം മുമ്പ് ഇനി തിരയാത്തയും പോകാത്തയും എല്ലാം. അങ്ങനെ 33 എന്നോട് പറയാം, 33 ദിവസമായിട്ടുള്ളൂ ഇവിടെ വന്നിട്ട്. എന്നോട് 33 ദിവസം ഞാൻ കുടക്കാട് വന്നിട്ടുള്ളൂ തങ്ങളെ. എന്നിട്ട് ഇന്നലെ എൻ്റെ പെരിയിൽ ഇന്ന് വന്ന് കോളിംഗ് ബെല്ലടിച്ചു. ഞാൻ ആരാന്ന് പോയി വാതിൽ തുറന്നു നോക്കിയപ്പോൾ ഞങ്ങൾക്ക് പൈസ തരാനുള്ള ആള്. അന്തം വിട്ടു. ആ സഹോദരി പറയാം, അവ കാക്കി, ഇത് അള്ള തന്ന നേമത്താ. അപ്പൊ ഞാൻ എൻ്റെ ഫദ്ല് ഞാൻ എടുത്തിട്ടില്ല. അയാൾ സ്ഥലം എഴുതി കൊടുക്കട്ടെ, എന്നിട്ട് ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യാം, അതിലെൻ്റെ ശരി സ്ഥലം പാടെ എഴുതി കൊടുക്കട്ടെ. ഇന്നലെ കൊടക്കാട് വന്നവരൊക്കെ കേട്ടിട്ടുണ്ടാവും. പിന്നെ ഇൻഷാ അല്ലാഹ് നാളെ 17 കൊല്ലം
അതേ 17 കൊല്ലം 17 കൊല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തൊരു നിഅമത്താണ്. ഏറ്റവും എവിടെ കോട്ടക്കൽ അൽഹംദുലില്ലാഹ് ഖൈറാണ്, കോട്ടക്കൽ ഖൈറാണ്, ചാവക്കാട് ഖൈറാണ്, കൊടക്കാടും ഈ 3 സ്ഥലം ഏറ്റവും അതൊരു നിഅമത്താണ്. ആറ്റലായ പൈതലേ ആരംഭപ്പൻ നാമേ ട്ടോ. അല്ലാഹു ഈ മജ്ലിസ് എന്നും അല്ലാഹു നിലനിർത്തട്ടെ. അത്ഭുതമാണ്, അത്ഭുതം കേട്ടോ. ഇൻഷാ അല്ലാഹ് കോട്ടക്കൽ മണ്ണും പൊന്നാണ്, കൊടക്കാട്. പക്ഷെ നിങ്ങളൊരു കാര്യം, നിങ്ങൾ വരുമ്പോൾ ബുക്ക് ചെയ്യാതെ വരരുത്. ഇനി നമ്മൾ തിരിച്ച് പറഞ്ഞേക്കും. ബുക്ക് ചെയ്യാതെ നമ്മൾ ഓരോരോ ബുക്ക് ചെയ്യാതെ, പ്രത്യേകിച്ച് അടിമമാർ ശ്രദ്ധിക്കണം. പിന്നെ യാതൊരു കാരണവശാലും നിങ്ങൾ കൊടക്കാട് എവിടെ വന്നാലും എൻ്റെ പണിക്കാരെ ഒരാളെ ഫോൺ നമ്പറും വാങ്ങാൻ പാടില്ല. ഒരാളെ ഫോൺ നമ്പർ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരടിമമാരും ഒരാളും എന്ത് ചെയ്യരുത്, എൻ്റെ അവിടെ വന്ന എൻ്റെ അനുജന്മാരത് പോലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, വാങ്ങാൻ പാടില്ല. ഞാൻ ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഫോൺ ഞാൻ എന്തുണ്ട്. അപ്പം അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ യാതൊരു കാരണവശാലും ഒരാളെ നമ്പറും വാങ്ങാൻ പാടില്ല, അത് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഇൻഷാ അല്ലാഹ് നമ്മളെ പിന്നെ മജ്ലിസ് ഇൻഷാ അല്ലാഹ് 27-ാം തീയതിയാണ്. അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ നൽകട്ടെ. അപ്പോൾ എല്ലാവരും ഏകദേശം ബസ്സുകളൊക്കെ ഫുള്ളാണ് അല്ലേ? ഏകദേശം ബസ്സുകളൊക്കെ ഫുള്ളാണ്. അൽഹംദുലില്ലാഹ് അല്ലാഹു എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. ഇന്ന് ഇൻഷാ അല്ലാഹ് പിന്നെ നിങ്ങൾ ഗ്രൂപ്പിൽ ചേരണം. ഇൻഷാ അല്ലാഹ് നിങ്ങളെ കൊണ്ട് കഴിയുന്ന ആളുകളെ ഗ്രൂപ്പിൽ ആഡാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് അല്ലാഹു നൽകട്ടെ കേട്ടോ. പിന്നെ ഇൻഷാ അല്ലാഹ് ബുക്ക് ചെയ്യാതെ യാതൊരു കാരണവശാലും ഇനി കൊടക്കാട്ടേക്കോ കൊടുക്ക് വരാൻ പറ്റില്ല. കാരണം ഇന്നലെ ഇപ്പോൾ വൈകുന്നേരം ലൈവിലിരിക്കാൻ പറ്റില്ല. എന്താ കാരണം? ഇന്നലെ ഞാൻ ആകെ എൻ്റെ 170 ആളുകൾക്ക് അവസരം കൊടുത്തിട്ടുള്ളൂ. പക്ഷെ 200ൻ്റെ മുകളിൽ ആളുകളാണ്. ഇത് നേരം വൈകില്ലേ. അപ്പം അതുകൊണ്ട് ഒന്നും നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ് അപ്പം ഞാൻ ഫോൺ എടുക്കുന്ന സമയം 1 സുബഹി 4 മണി മുതൽ 4:40 വരെ. 4:40 കഴിഞ്ഞാൽ എന്നെ കിട്ടൂല കേട്ടോ. ഇൻഷാ അല്ലാഹ് നമ്മളെ കുഞ്ഞു CP ഹറമിലാണുള്ളത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഖൈർ നൽകട്ടെ കേട്ടോ. എൻ്റെ കൂടെ പറപ്പിങ്ങളുണ്ട് ഹറമിൽ കേട്ടോ. എൻ്റെ കൂടെ പറപ്പിങ്ങൾ എൻ്റെ ഗ്രൂപ്പിൽ